നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച് പോലീസ്, RTO, ദേശീയപാത അധികൃതർ എന്നിവരിൽ നിന്നും ജില്ലാ കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആസൂത്രണവും നിർവഹണവുമില്ലാതെയുള്ള ദേശീയപാത ആമ്പല്ലൂരിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നെന്മണിക്കര പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് ആംബുലൻസ് നൽകി NH അൻവർ ട്രസ്റ്റ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ 2 യുവാക്കൾ റിമാൻഡിൽ. അറസ്റ്റിലായത് നന്ദിക്കര സ്വദേശികൾ. ലഹരിക്കെതിരെ അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അളഗപ്പനഗർ സൂപ്പർ ലീഗ് 6S ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത 544 മണ്ണുത്തി ഇടപ്പള്ളി മേഖലയിലെ അടിപ്പാതകളുടെയും മേൽപ്പാലങ്ങളുടെയും നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച് പോലീസ്, RTO, ദേശീയപാത അധികൃതർ എന്നിവരിൽ നിന്നും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനും നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനുമായി എല്ലാ ജനപ്രതിനിധികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് അടുത്ത ആഴ്ച യോഗം ചേരുന്നതാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ചർച്ച ചെയ്യുന്നതിനായി ഏപ്രിൽ 22-ന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നിരുന്നു. യോഗത്തിൽ ചാലക്കുടി DYSP, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ, നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതർ എന്നിവർ ടീം രൂപീകരിച്ച് സംയുക്തമായി ആഴ്ചയിലൊരിക്കൽ യോഗം ചേർന്ന് ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിന് സ്വീകരിച്ച നടപടികൾ അവലോകനം നടത്തി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിരുന്നു. അടിപ്പാതകളുടെയും മേൽപ്പാലങ്ങളുടെയും നിർമ്മാണം കഴിയുന്നതുവരെയോ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതുവരെയോ പാലിയേക്കരയിൽ ടോൾ നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾക്കായി സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് ആംബുലൻസ് നൽകി NH അൻവർ ട്രസ്റ്റ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കേരള വിഷൻ ഡിജിറ്റൽ TV എന്നിവയുടെ സഹകരണത്തോടെയാണ് ആംബുലൻസ് നൽകിയത്. മന്ത്രി R. ബിന്ദു ആംബുലൻസ് സമർപ്പണം നടത്തി. തൃശൂർ DMO ഡോക്ടർ TP ശ്രീദേവി ആംബുലൻസ് ഏറ്റുവാങ്ങി. ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, COA പ്രസിഡന്റ് പ്രവീൺ മോഹൻ, COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, കേരള വിഷൻ ചെയർമാൻ K. ഗോവിന്ദൻ, കേരള വിഷൻ MD PP സുരേഷ് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ അൽജോ പുളിക്കൻ, AK സദാശിവൻ, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ സെബി കൊടിയൻ, ആരോഗ്യ കേരളം DPM സജീവ് കുമാർ, NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ്, NH അൻവർ ട്രസ്റ്റ് ട്രഷറർ K. വിജയകൃഷ്ണൻ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, COA ജില്ലാ സെക്രട്ടറി P. ആന്റണി, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KC ജിനീഷ്, പുതുക്കാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് സുധാകുമാരി എന്നിവർ സംസാരിച്ചു. അവതരിപ്പിക്കുന്ന കൃത്യമായ കാഴ്ചപ്പാടുള്ള നെറ്റ്വർക്ക് എന്ന നിലയിലുമെല്ലാം ഒരു ജനകീയ സംവിധാനം എന്ന നിലയിലാണ് നമ്മൾ കേരള വിഷനെ കണ്ടിട്ടുള്ളത്. ആ കേരള വിഷൻ അവരുടെ സാമൂഹ്യ ബാധ്യത നിറവേറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് പുതുക്കാട് താലൂക്ക് ഹോസ്പിറ്റലിന് കേരള വിഷൻ്റെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന നേതാവായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ അതിൻ്റെ മുൻ ഭാരവാഹി ആയിരുന്ന അദ്ദേഹം ശ്രീ അൻവർ, അദ്ദേഹം NH അൻവർ എന്ന നിലയിൽ അറിയപ്പെടുന്ന ഈ സംഘടനയുടെ അവരുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് തന്നെ അതിൻ്റെ ഒരു ഗുണം, അതിൻ്റെ ഒരു സ്നേഹ തലോടൽ അനുഭവിച്ച ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. കാരണം കോവിഡിൻ്റെ കാലത്ത് നമ്മുടെ പട്ടികവർഗ മേഖലകളിലുള്ള കുട്ടികൾക്ക് സാമൂഹിക പ്രസക്തിയുള്ള ഉള്ളടക്കങ്ങൾ ക്ഷണിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പുരസ്കാരങ്ങളും നൽകി വരാറുണ്ട്. കേരള വിഷൻ ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് സേവനങ്ങളുടെ ആസ്ഥാനമായ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് ശുദ്ധജലം കുടിവെള്ളം ലഭ്യമാവുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റുകൾ നിർമ്മിച്ചു കൊടുത്തു.
നമുക്കറിയാം കോവിഡ് കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ എല്ലാം സ്കൂളുകളെല്ലാം അടച്ചപ്പോൾ പഠനം വിദ്യാസ്ഥാനം മുഖാന്തരമാക്കിയപ്പോൾ പല കോളനികളും പാവപ്പെട്ടവരുടെ വീടുകളിൽ ഒന്നും കേബിൾ കണക്ഷൻ ഉണ്ടായിരുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ 2 യുവാക്കൾ റിമാൻഡിൽ. നന്ദിക്കര സ്വദേശികളായ തേവർമളത്തിൽ വീട്ടിൽ 34 വയസ്സുള്ള ഗോപകുമാർ, കിഴുത്താണി വീട്ടിൽ 26 വയസ്സുള്ള അഭിജിത്ത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച പുലർച്ചെ 1 മണിക്ക് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വലിയ വിളക്ക് എഴുന്നള്ളിപ്പ് നടക്കുമ്പോൾ ഇരുവരും മേളക്കാർ ഉൾപ്പെടെയുള്ളവരെ ശല്യം ചെയ്തത് കണ്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർമാർ പ്രതികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതിലുള്ള വൈരാഗ്യത്തിലാണ് ഇവർ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതെന്ന് പോലീസ് അറിയിച്ചു. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ ഉമേഷ് കൃഷ്ണൻ, മാള പോലീസ് സ്റ്റേഷനിലെ ഹരികൃഷ്ണൻ എന്നിവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് കേസ്. അഭിജിത്ത് കൊടകര പോലീസ് സ്റ്റേഷനിൽ 2021 ഒരു വധശ്രമ കേസിലും പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ 2025 ഒരു അടിപിടി കേസിലും പ്രതിയാണ്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ജിജേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഫ്രെഡി റോയ്, ഷിബു വാസു എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ലഹരിക്കെതിരെ അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അളഗപ്പനഗർ സൂപ്പർ ലീഗ് 6S ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി അധ്യക്ഷയായി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജോ ജോൺ, പഞ്ചായത്ത് അംഗങ്ങളായ സനൽ മഞ്ഞളി, TK ശേഖരൻ എന്നിവർ പ്രസംഗിച്ചു. വിജയികൾക്ക് ട്രോഫിയും ഒറൈസൺ അക്വ പ്രോസസിംഗ് കമ്പനി സ്പോൺസർ ചെയ്യുന്ന 10,000 രൂപ ക്യാഷ് അവാർഡുമാണ് നൽകുന്നത്. ലഹരിക്കെതിരെ നമ്മുടെ ഒരു പോരാട്ടത്തിന്റെ ആദ്യ നടപടിയാണ് ഇന്നിവിടെ അളഗപ്പനഗർ പഞ്ചായത്ത് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരെയും സഹകരണമാണ് എനിക്കിതിന്റെ ആവശ്യം. ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട MLA ക്ഷണിച്ചുകൊണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല നമ്മുടെ രാജ്യത്താകെ അതിൽ പൊതുവിൽ കുറവ് നമ്മുടെ കേരളത്തിലാണെന്ന് മാത്രം ഈ ലഹരി ഉപയോഗങ്ങൾ. പക്ഷെ നമ്മളൊന്നും ശീലിച്ചിട്ടില്ലാത്ത ചില ശീലങ്ങളിലേക്ക് നമ്മുടെ യുവതലമുറ കടന്നു പോവുകയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ കേരളം മൊത്തം പടർന്ന് പന്തലിച്ച് നമ്മുടെ ഏറ്റവും നല്ലൊരു സിംഗറായി വേടൻ എന്ന് പറഞ്ഞ് നമുക്കറിയാം. വേടൻ പറഞ്ഞാൽ എന്താണ്? വേടൻ്റെ സംഗീതത്തിന് 10,000-25,000 50,000 ആളുകളൊക്കെ ഇടിച്ചു കയറി വേടൻ്റെ സംഗീതം കേട്ടു. നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റിയ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ അളഗപ്പനഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അമ്പല്ലൂർ സെന്ററിൽ സംഘടിപ്പിച്ച പ്രകടനം DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രീബനൻ ചൂണ്ടലപ്പറമ്പിൽ, ഡേവിസ് W അക്കര, പ്രിൻസൺ തയ്യാലക്കൽ, സന്തോഷ് ഐത്താടൻ, അനിൽ കുനിയത്ത് എന്നിവർ സംസാരിച്ചു. യുവ ഭാരത് എന്ന പേര് മാറ്റിക്കൊണ്ട് നെഹ്റുവിനെ മാത്രമല്ല ആ സംസ്കാരത്തെ മാത്രം അവഹേളിക്കുന്ന വെല്ലുവിളിക്കുന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയുള്ള ഒരു ധാർമ്മികമായ ഒരു പ്രതിഷേധമാണ് ഇന്ന് അളഗപ്പനഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് നടത്തിയ പ്രതിഷേധ പ്രകടനവും യോഗവും DCC സെക്രട്ടറി സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരയിൽ അധ്യക്ഷനായിരുന്നു. DCC സെക്രട്ടറി TM ചന്ദ്രൻ, UDF കൺവീനർ സോമൻ മുത്രത്തിക്കര, ന്യൂനപക്ഷ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KJ ജോജു, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ഷാജു കാളിയങ്കര, M ശ്രീകുമാർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രജനി സുധാകരൻ, മണ്ഡലം പ്രസിഡന്റുമാരായ രാജു തളിയപ്പറമ്പിൽ, ഷാഫി കല്ലൂപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. എല്ലാ ബ്ലോക്ക് കമ്മിറ്റികളും പ്രതിഷേധ പ്രകടനവും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 53 വർഷക്കാലം പേര് നെഹ്റുവിന്റെ പേരിൽ 9 വർഷം നെഹ്റു ജയിലിൽ കിടന്ന് വികസനത്തിന് വേണ്ടി രൂപീകരിച്ച നെഹ്റു യുവ കേന്ദ്ര എന്ന് പറയുന്ന യുവജനങ്ങളുടെ ഉന്നമനത്തിനായി രൂപീകരിച്ച സംഘടന കഴിഞ്ഞ 53 വർഷക്കാലമായി അദ്ദേഹത്തിന്റെ പേരിൽ ഇന്ത്യയിലാകമാനം 289 ജില്ലകളിൽ പടർന്നു പന്തലിച്ച് 1000-കണക്കിന് ചെറുപ്പക്കാരുടെ വ്യക്തിത്വ വികസനങ്ങളുടെ നടപടികളുമായി ഒരു മഹത്തായ രാജ്യത്തിന്റെ പൈതൃകമാണ്
ഭാരതത്തിനുണ്ട്. അങ്ങനെ ഒരു പൈതൃകം ഭാരതത്തിന് സമ്മാനിച്ചതിൽ ഏറ്റവും മുഖ്യമായ പങ്ക് വഹിച്ച ഒരാളാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി. സ്വാതന്ത്ര്യ സമര സേനാനികളെ വളച്ചൊടിച്ച് അവരുടെ പേര് വളച്ചൊടിച്ച് ഇല്ലാതാക്കുന്ന BJP നയങ്ങൾക്കെതിരെ ഇന്ന് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതേപോലുള്ള പ്രതിഷേധം നടത്തുകയാണ്. ആസൂത്രണവും നിർവഹണവും ഇല്ലാതെയുള്ള ദേശീയപാത അമ്പല്ലൂരിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നെന്മണിക്കര പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നു. ദേശീയപാതയിലെത്തുന്ന മഴവെള്ളം മുഴുവൻ തുറന്നു വെച്ചിരിക്കുന്നത് പടിഞ്ഞാറ് നെന്മണിക്കര ഗ്രാമത്തിലേക്കാണ്. ദേശീയപാത അമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ നിലവിൽ തന്നെ വെള്ളക്കെട്ട് കൊണ്ട് പൊറുതിമുട്ടുന്ന അമ്പല്ലൂർ ജംഗ്ഷനും പ്രളയബാധിത പ്രദേശമായ നെന്മണിക്കരയും വെള്ളപ്പൊക്ക ഭീഷണിയിലാകും. കാരണം അടിപ്പാതയ്ക്ക് വടക്ക് പാലത്തിന്മേലും തൊട്ട് കിഴക്കും പെയ്യുന്ന മഴവെള്ളം ഒഴുകിപ്പോകുന്ന ഡ്രൈനേജുകൾ തുറന്നു വെച്ചിരിക്കുന്നത് പടിഞ്ഞാറ് നെന്മണിക്കര ഗ്രാമത്തിലേക്കാണ്. അമ്പല്ലൂർ ജംഗ്ഷനിൽ പാടം മണ്ണിട്ട് നികത്തിയ സ്ഥലത്ത് അധിക ജലം ഉൾക്കൊള്ളാനും വെള്ളമൊഴുകാനും നിലനിർത്തിയിരുന്ന തോടുകൾ പലതും നികത്തപ്പെട്ടതായി ആരോപണമുണ്ട്. കിഴക്ക് ഭാഗത്തു നിന്ന് ഒഴുകി വരുന്ന വെള്ളം കുറുമാലിപ്പുഴയിലേക്ക് എത്തിക്കുന്ന കേളിത്തോടിന്റെ അവസ്ഥയും ശോചനീയമാണ്. പല ഭാഗങ്ങളിലും തോട് ചുരുങ്ങിയും തീരെ ഇല്ലാതായും വെള്ളം മുഴുവൻ വീടുകളിലേക്ക് കയറുന്ന സ്ഥിതിയാണ്. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ അടിപ്പാത നിർമ്മിക്കുമ്പോൾ ദേശീയപാത അതോറിറ്റിയും നെന്മണിക്കര, അളഗപ്പനഗർ, പുതുക്കാട് പഞ്ചായത്തുകളും ചെയ്യേണ്ട ആസൂത്രണങ്ങൾ സംബന്ധിച്ച് 6 മാസം മുൻപ് ഗ്രാമസഭ ചേരുകയും നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതുമാണ്. എന്നാൽ തുടർ നടപടികളിൽ ആലോചന പോലും ഉണ്ടായില്ലെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ കമ്മിറ്റി അംഗം ശ്രീനാഥ് നെന്മണിക്കര പറഞ്ഞു. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ അടിപ്പാത നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളിൽ പ്രധാന ഒരു വിഷയമാണ് ഇവിടെ ഉണ്ടാകാവുന്ന വെള്ളക്കെട്ട്. അതുമൂലം നെന്മണിക്കര നിവാസികൾക്ക് അനുഭവപ്പെടാവുന്ന ബുദ്ധിമുട്ട്. അതിന്റെ ഭാഗമായിട്ട് 6 മാസം മുൻപ് നമ്മൾ നാട്ടുകാരുടെ ഒപ്പുശേഖരണം നടത്തി മാസ് പെറ്റീഷനിലൂടെ ഇവിടെ ഒരു സ്പെഷ്യൽ ഗ്രാമസഭ വിളിച്ചു ചേർത്തു. ആ സ്പെഷ്യൽ ഗ്രാമസഭയിൽ നമ്മൾ ഉന്നയിച്ച കാര്യങ്ങൾ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് NHAയും മറ്റു ആളുകളും ശ്രദ്ധിക്കേണ്ടത് ചെയ്യേണ്ടതായ കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രാദേശിക ഭരണകൂടം പ്രത്യേകിച്ച് നെന്മണിക്കര പഞ്ചായത്ത് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള വെള്ളം കേളിത്തോട്, അതേപോലെ തന്നെ ഇവിടെ നിന്നുള്ള വെള്ളം ഇവിടേക്ക് ഈ അടിപ്പാത എന്ന് പറയുമ്പോൾ ഒരു വലിയ കുന്നാണല്ലോ വരുന്നത്. ആ കുന്നിന്റെ ഭാഗത്തു നിന്നുള്ള വെള്ളം 2 സ്ഥലത്തായിട്ട് ഇവിടേക്ക് തുറന്നു വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ നെന്മണിക്കര ദേശത്തേക്ക് തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ഒഴുകിപ്പോകാനുള്ള ജല നിർവാഹക ഈ ഒരു ഡ്രെയിനേജ് സംവിധാനങ്ങൾ വൃത്തിയാക്കണം. അത് വൃത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ കാലവർഷം എത്തുന്നതിന് മുമ്പ് അതിനെ പറ്റിയിട്ടുള്ള ഒരു പഠനം, അത് വിദഗ്ധ സമിതിയെ കൊണ്ടുള്ള പഠനം, അതേപോലെ ജനകീയമായ ഒരു കമ്മിറ്റി രൂപീകരിച്ച് പഠനം നടത്തി എങ്ങനെ വർഷം കൂടുന്തോറും അത് കൂടുതൽ വിപുലീകരിച്ച് ഇവിടെ പ്രളയബാധിത പ്രദേശമായ നെന്മണിക്കരയെ ഇത് ബാധിക്കുന്നതിന്റെ അളവ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ ആ ഒരു ഗ്രാമസഭാ തീരുമാനവും പ്രമേയവും അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. അടിപ്പാതയുടെ ഭാഗത്തു നിന്നും അമ്പല്ലൂർ ജംഗ്ഷനിൽ നിന്നുമുള്ള വെള്ളം 200 മീറ്റർ മാറി കേളിത്തോട്ടിൽ എത്തിക്കുകയും അവിടെ നിന്ന് കുറുമാലിപ്പുഴയിലേക്ക് നീരൊഴുക്കിനെ ക്രമീകരിക്കുകയുമാണ് വെള്ളക്കെട്ടിനെ പ്രതിരോധിക്കാനുള്ള പോംവഴി. അല്ലെങ്കിൽ 400 മീറ്റർ വടക്ക് മാറി മണലിപ്പുഴയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനും സംവിധാനം ഒരുക്കാൻ കഴിയും. എന്നാൽ അടിപ്പാത നിർമ്മാണത്തിന്റെ എഞ്ചിനീയറിംഗിൽ ഇക്കാര്യങ്ങൾ പരിഗണിച്ചിട്ടില്ല. സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലേക്ക് തുറന്നുവെച്ച ഡ്രൈനേജുകൾ ചിലയിടങ്ങളിൽ അടച്ചതായും കാണാം. ചെറിയ മഴയിൽ പോലും വെള്ളക്കെട്ടിലാകുന്ന ദേശീയപാതയോട് ചേർന്ന പ്രദേശങ്ങളിലെ വീടുകളിലും സ്ഥാപനങ്ങളിലുമുള്ളവർ മഴ കനത്താൽ വെള്ളപ്പൊക്ക ഭീതിയിലാകും. കാലവർഷമെത്താൻ ഏതാനും ദിവസം മാത്രം ബാക്കി നിൽക്കെ ആസൂത്രണവും നിർവഹണവുമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു നാടിനെ വെള്ളത്തിൽ മുക്കുമെന്ന ആശങ്കയിലാണ് നെന്മണിക്കര പ്രദേശവാസികൾ. ദേശീയപാത അമ്പല്ലൂരിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതു മുതൽ ഈ ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന നെന്മണിക്കര പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ളവർ നേരിടുന്ന പ്രതിസന്ധികൾക്ക് സമാനതകളില്ല. ഇനി ഒരു മഴ കൂടി പെയ്തു കഴിഞ്ഞാൽ ദേശീയപാതയിൽ നിന്നുള്ള വെള്ളം മുഴുവൻ എത്തിച്ചേരുന്നത് ഈ ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന നെന്മണിക്കര പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്കാണ്. കടുത്ത വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് ഈ പ്രദേശങ്ങൾ. അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ക്യാമറാമാൻ ലിവിനൊപ്പം ആൻഡ്രോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ഒരു കാലത്ത് കാൽപന്ത് കളിക്കാരുടെ നാടെന്നറിയപ്പെട്ടിരുന്ന ചൊക്കനയിൽ വീണ്ടും കളിയാരവം ഉയർന്നപ്പോൾ നാടൊന്നടങ്കം എസ്റ്റേറ്റ് മൈതാനിയിലേക്ക് ഒഴുകിയെത്തി. 3 പതിറ്റാണ്ട് മുൻപ് വരെ ശബ്ദമുഖരിതമായിരുന്ന എസ്റ്റേറ്റ് മൈതാനത്തേക്ക്
ഫുട്ബോൾ ആവേശം തിരിച്ചെത്തിച്ചത് ഏതാനും പരിശ്രമശാലികളുടെ കൂട്ടായ്മയിലൂടെയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പുതുതലമുറ നശിച്ചു പോകാതിരിക്കാനുള്ള മുൻകരുതൽ കൂടിയായാണ് ഫുട്ബോളിനെ ഈ നാട് വീണ്ടും നെഞ്ചേറ്റുന്നത്. നായാട്ടുകുണ്ട് സൂര്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ KK മുഹമ്മദ് അലി, ജോബിൾ വടാശ്ശേരി, ചന്ദ്രചൂഡൻ ഒറ്റപ്പാലം തുടങ്ങിയവർ മുൻകൈയെടുത്താണ് ഫുട്ബോൾ പ്രേമികളായ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് മൈതാനത്ത് വീണ്ടും കളി ആരംഭിച്ചത്. ഹാരിസൺ എസ്റ്റേറ്റ് അധികൃതരും തോട്ടം തൊഴിലാളികളും ഈ ഉദ്യമത്തെ പിന്തുണച്ചതോടെ ചൊക്കന എസ്റ്റേറ്റ് മൈതാനം ഉണർന്നു. ഫുട്ബോൾ പ്രേമികളുടെ സഹായത്തോടെ മൈതാനം ഫ്ലഡ് ലൈറ്റാക്കാനും കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു. എസ്റ്റേറ്റ് മൈതാനത്ത് സ്ഥാപിച്ച ഫ്ലഡ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം ഹാരിസൺ മലയാളം ലിമിറ്റഡ് ചീഫ് മാനേജർ അനൂപ് ത്യാഗരാജ് നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗം ഹാരിസൺ സീനിയർ മാനേജർ ബെന്നി ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് അലി മാട്ടുമ്മൽ അധ്യക്ഷത വഹിച്ചു. സുധീർ വെള്ളിക്കുളങ്ങര, EH സഹീർ, ജോബിൾ വടാശ്ശേരി, സൂര്യ ക്ലബ് സെക്രട്ടറി KK മുഹമ്മദ് അലി, PA മൂസ എന്നിവർ സംസാരിച്ചു. കാരിക്കടവ് ആദിവാസി ഉന്നതിയിലെ ഫുട്ബോൾ താരം വിഷ്ണു, ജോബിൾ വടാശ്ശേരി, മുൻ ഫുട്ബോൾ കളിക്കാരൻ ഹംസക്കുട്ടി കാരിക്കുളം, ഹാരിസൺ എസ്റ്റേറ്റ് ഉദ്യോഗസ്ഥൻ അജിത് പ്രകാശ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് നടന്ന പ്രദർശന മത്സരത്തിൽ പ്രദേശവാസികളുടെ 4 ടീമുകൾ പങ്കെടുത്തു. ഉള്ളതും പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ എല്ലായിടത്തും കുട്ടികൾ ഓരോ ഈ കളിയിൽ നിന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ഞാനിവിടെ 2015 വന്നപ്പോ ആ സമയമുള്ള ബാച്ച് കുറച്ചുകൂടെ നല്ല രീതിക്ക് എന്താ പറയാ, അന്ന് ഫുള്ളും ഗ്രൗണ്ട് എപ്പോഴും ഒരു നമ്മുടെ പിള്ളേരുടെ എപ്പോഴും ഒരു കളി ഉണ്ടായിരുന്നു. സന്തോഷകരമായ ഒരു നിമിഷമാണ്. കാരണം നമ്മുടെ ഉദ്ഘാടകൻ ഇവിടെ പറഞ്ഞ പോലെ ഈ തലമുറ, ഈ 2K ജനറേഷൻ എന്ന് പറയുന്ന ഈ തലമുറ, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട AP ജോസിന് സ്വീകരണവും ബ്ലോക്ക് പ്രവർത്തകർക്ക് സംഘടനാ ശില്പശാലയും നടത്തി. യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് AP ജോസ്, സംസ്ഥാന സെക്രട്ടറി CG താരാനാഥൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KM ശിവരാമൻ, ജോയ് മണ്ടകത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് P തങ്കം, ജില്ലാ കമ്മിറ്റി അംഗം KO പുറിഞ്ചു എന്നിവരെ 7 യൂണിറ്റുകളിൽ നിന്നുള്ള ഭാരവാഹികൾ സ്വീകരിച്ചു. സർഗാത്മക സംഘടനാ പ്രവർത്തനം, സന്നദ്ധ പ്രവർത്തനവും പെൻഷൻ സമൂഹവും, പെൻഷൻ സംരക്ഷണം, അടിയന്തര കടമകൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ, TA വേലായുധൻ, K നന്ദകുമാർ, K സുകുമാരൻ, PV ശാരംഗൻ, CP ത്രേസ്യ, K സദാനന്ദൻ, IR ബാലകൃഷ്ണൻ, വർക്കി കുറ്റിയാറ, P മനോജ് കുമാർ, MG തോമസ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഒല്ലൂർ ഫൈഡസ് കണ്ണാശുപത്രിയുടെ 1ാം വാർഷികാഘോഷ പൊതുസമ്മേളനം തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 8:30 ആശുപത്രി അങ്കണത്തിൽ വെച്ച് നടക്കുന്ന വാർഷികാഘോഷം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. ഫൈഡസ് മാനേജിംഗ് പാർട്ണർ വിഷ്ണു ശങ്കർ അധ്യക്ഷത വഹിക്കും. ഒല്ലൂർ ACP സുധീരൻ മുഖ്യ പ്രഭാഷണം നടത്തും. ഒല്ലൂർ ഫൊറോന വികാരി ഫാദർ വർഗീസ് കുത്തൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ആശുപത്രിയിലേക്ക് 100 പേർ നൽകിയിട്ടുള്ള നേത്രദാന സമ്മതപത്രം BJP സ്റ്റേറ്റ് സെക്രട്ടറി നാഗേഷ് മാനേജിംഗ് ഡയറക്ടർ വിഷ്ണു ശങ്കറിന് കൈമാറും. വാർഷികത്തിന്റെ ഭാഗമായി ഒരാൾക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയയും 5 പേർക്ക് കണ്ണടയും വിതരണം ചെയ്യും. മെയ് 1 നടത്തിയ ഒന്നിച്ചോടാം ലഹരിക്കെതിരെ എന്ന മാരത്തോണിൽ പങ്കെടുത്ത് 5 കിലോമീറ്റർ ഓടിയ അംഗപരിമിതിയുള്ള വിനോദിനെയും 1 വർഷം പൂർത്തിയാക്കിയ ജീവനക്കാരെയും ചടങ്ങിൽ ആദരിക്കും എന്ന് മാനേജിംഗ് ഡയറക്ടർ വിഷ്ണു ശങ്കർ, മാനേജർ സിനോജ് അറക്കൽ, PRO ആൻസൺ, PRO അശ്വതി NP, കൗൺസിലർ കൃഷ്ണവേണി എന്നിവർ അറിയിച്ചു. മെയ് 1-ാം തീയതിയിലത്തെ മാരത്തോണിന്റെ ഒരു കാര്യം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട്, അപ്പോൾ അത് മാരത്തോൺ നടന്നു. ഏകദേശം ഒരു 100 പേരോളം പങ്കെടുത്തിരുന്നു. വലിയൊരു വിജയമായിരുന്നു. അതിനുശേഷം നമ്മുടെ മെയ് 19-നാണ് നമ്മൾ ഈ വാർഷികാഘോഷങ്ങളുടെ പൊതുസമ്മേളനം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 5 വർഷത്തോളമായി അടച്ചുപൂട്ടിക്കിടക്കുന്ന അളഗപ്പ ടെക്സ്റ്റൈൽസ് NTC മിൽ ചിൽഡ്രൻസ് പാർക്ക് സർക്കാർ ഏറ്റെടുത്ത് നവീകരിക്കണമെന്ന് രാഷ്ട്രീയ ജനതാദൾ RJD അളഗപ്പ നഗർ പഞ്ചായത്ത് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജൻ മഞ്ഞളി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് എബീസ് കുന്നിക്കുരുവിൽ അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലം വർക്കിംഗ് പ്രസിഡന്റ് IP കുട്ടൻ, നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് NK രവീന്ദ്രൻ, NA യോഹന്നാൻ, MA ഇഗ്നേഷ്യസ്, വിനോദ് കളരിക്കൽ, KS സുകുമാരൻ, TP ജേക്കബ്, VR അജിത് കുമാർ, AA റപ്പായി, VR അന്തോണി, VP അയ്യപ്പക്കുട്ടി, PV അനിൽകുമാർ, AS
സുചിത്ര എന്നിവർ സംസാരിച്ചു. രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടൻ ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം ചെയർമാനായി ശ്രീജിത്ത് പട്ടത്തിനെ നിയോഗിച്ചു. നിലവിൽ ഇരിങ്ങാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്ന ആളാണ് ശ്രീജിത്ത് പട്ടത്ത്. പറപ്പൂക്കര PVS ഹയർ സെക്കൻഡറി സ്കൂളിലെ 1955 SSLC ബാച്ചിന്റെ കുടുംബസംഗമവും വാർഷിക പൊതുയോഗവും ഞായറാഴ്ച രാവിലെ 9 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും. രാവിലെ 11 നടക്കുന്ന സമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപിക KS ഉദയയ്ക്കുള്ള യാത്രയയപ്പും ദേശീയ തലത്തിൽ സ്വർണ്ണ മെഡൽ ജേതാക്കളായ 6 വിദ്യാർത്ഥികളെയും SSLC +2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും ചടങ്ങിൽ നടക്കും. കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകും. തിങ്കളാഴ്ച രാവിലെ 9:30 പുതുക്കാട് സെന്ററിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. എന്താണ് വൈറ്റമിൻ P? ഇത് ലഭിക്കാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെ? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഫോ ടോക്ക്. വൈറ്റമിൻ P ഫ്ലോവനോയിഡുകൾ എന്നും ബയോഫ്ലോവനോയിഡുകൾ എന്നും അറിയപ്പെടുന്നു. പച്ചക്കറികൾ, കടുത്ത നിറമുള്ള പഴങ്ങൾ, കൊക്കോ എന്നിവയിൽ കാണപ്പെടുന്ന മഞ്ഞ പോളിഫിനോളിക് സംയുക്തങ്ങളുടെ കൂട്ടം ആണിവ. ക്യൂവർസെറ്റിൻ, റുട്ടിൻ, ഹെസ്പെറിഡിൻ, കറ്റേച്ചിനുകൾ തുടങ്ങിയ ബയോഫ്ലോവനോയിഡുകളാണ് മിക്ക ചെടികൾക്കും തെളിച്ചമുള്ള നിറങ്ങൾ നൽകുന്നത്. ഇവയ്ക്ക് ആന്റി ഓക്സിഡന്റ്, ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇവ സഹായിക്കും. മനുഷ്യ ശരീരം ബയോഫ്ലേവനോയിഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താനും വിറ്റാമിൻ സിയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും ഗുരുതര രോഗങ്ങൾ തടയാനും ഇവ സഹായിക്കുന്നു. 70% കൊക്കോ അടങ്ങിയതും കറ്റേച്ചിനുകൾ പോലുള്ള ഫ്ലോവനോയിഡുകൾ ധാരാളം അടങ്ങിയതുമായ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാം. ആന്റി ഓക്സിഡന്റുകളും ഇവയിൽ ധാരാളമുണ്ട്. തൊലി കളയാത്ത ആപ്പിളിൽ ബയോഫ്ലോവനോയിഡായ ക്യൂവർസെറ്റിൻ ധാരാളമുണ്ട്. ആപ്പിൾ ലഘുഭക്ഷണമായി കഴിക്കാം. ഗ്രീൻ ടീയിലും കട്ടൻ ചായയിലും ഫ്ലോവനോയിഡുകളായ കറ്റേച്ചിനുകൾ ധാരാളമുണ്ട്. ഗുണങ്ങൾ ലഭിക്കാൻ മധുരം അധികം ചേർക്കാതെ കഴിക്കാം. ചായ കുടിക്കുന്നതിലൂടെ വൈറ്റമിൻ P നമ്മുടെ ശരീരത്തിന് ലഭിക്കും. ബ്ലൂബെറി, സ്ട്രോബെറി, റാസ്ബെറി, ബ്ലാക്ക്ബെറി തുടങ്ങിയ ബെറി പഴങ്ങളിൽ ബയോഫ്ലോവനോയിഡുകളായ അന്തോസയാനിനുകളും ക്യൂവർസെറ്റിനും ധാരാളമുണ്ട്. ഓറഞ്ച്, നാരങ്ങ, ഗ്രേപ്പ് ഫ്രൂട്ട് തുടങ്ങിയ നാരകഫലങ്ങളിൽ ധാരാളം ബയോഫ്ലവനോയിഡുകൾ ഉണ്ട്. പ്രത്യേകിച്ചും റുട്ടിൻ, ഹെസ്പെറിഡിൻ ഇവയുണ്ട്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 31°C, കുറഞ്ഞ താപനില 25°C. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുന്ന നൈപുണ്യ വികസന കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി മെയ് 23 വരെ നീട്ടി. ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ, ജൂനിയർ ടെലികോം ഡാറ്റ അനലിസ്റ്റ് എന്നീ കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത്. 10ാം ക്ലാസ് പാസ്സായ 15-നും 23-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. സംവരണ വിഭാഗത്തിന് ഉയർന്ന പ്രായപരിധിയിൽ ഇളവുകൾ ഉണ്ടായിരിക്കും. കോഴ്സ് ഫീസ് തികച്ചും സൗജന്യമാണ്. ക്ലാസുകൾ പൊതു അവധി ദിവസം മാത്രമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9061212224. കേരള വന ഗവേഷണ സ്ഥാപനത്തിൽ സമയബന്ധിത പദ്ധതിയായ ഫോറസ്ട്രി എക്സ്റ്റൻഷൻ ആൻഡ് കൺസർവേഷൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസർ തസ്തികയിലേക്കുള്ള താൽക്കാലിക ഒഴിവിലേക്ക് ജൂൺ 2 രാവിലെ 10 കേരള വന ഗവേഷണ സ്ഥാപനത്തിന്റെ തൃശൂർ പീച്ചിയിലുള്ള ഓഫീസിൽ അഭിമുഖം നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.kfri.res.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 048726901000. ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെ നിയന്ത്രണത്തിലുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. നിശ്ചിത ട്രേഡിൽ ലഭിച്ച ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ലിവിംഗ് സർട്ടിഫിക്കറ്റ്, പരീക്ഷയിൽ വിജയം അല്ലെങ്കിൽ SSLCയിൽ വിജയവും, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, കേരള എഞ്ചിനീയറിംഗ് പരീക്ഷ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നിവയിൽ നിശ്ചിത ട്രേഡിലുള്ള വിജയവുമാണ് യോഗ്യത. താൽപ്പര്യമുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം മെയ് 31 മുൻപ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസ്, 1ാം നില,
മിനി സിവിൽ സ്റ്റേഷൻ, ചാലക്കുടി PO, തൃശൂർ 680307 എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0482706100. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8720 രൂപ, പവന് 69,760 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച് പോലീസ്, RTO, ദേശീയപാത അധികൃതർ എന്നിവരിൽ നിന്നും ജില്ലാ കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആസൂത്രണവും നിർവഹണവുമില്ലാതെയുള്ള ദേശീയപാത ആമ്പല്ലൂരിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നെന്മണിക്കര പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് ആംബുലൻസ് നൽകി NH അൻവർ ട്രസ്റ്റ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ 2 യുവാക്കൾ റിമാൻഡിൽ, അറസ്റ്റിലായത് നന്ദിക്കര സ്വദേശികൾ. ലഹരിക്കെതിരെ അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അളഗപ്പനഗർ സൂപ്പർ ലീഗ് 6S ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.